പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത്. ഈ റമദാനിൽ നാം ഓരോരുത്തരും വളരെ പുണ്യമാക്കപ്പെട്ട പ്രവർത്തനമായി അമലായി പ്രവർത്തിക്കുന്ന ഒരു കർമ്മമാണ് തറാവീഹ് നിസ്കാരം. ഓരോ തറാവീഹ് നിസ്കാരത്തിനും ഓരോ പ്രതിഫലങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രമേൽ പവിത്രതയുള്ള വ്യത്യസ്ത പേരുകളെ കൊണ്ട് അറിയപ്പെടുന്ന ഒരു നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ്. മഹാനായ ഖുതുബുൽ ഇർഷാദ് അബ്ദുല്ലാഹിബ്ൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുന്നു, കിതാബുൻ നസായിഹ് എന്ന ഗ്രന്ഥത്തിൽ ഫൽയഹ്ദർ മിന തഖ്ഫീഫിൽ മുഫ്രിത്ത് അല്ലദീ യഅതാദുഹു കസീറുൻ മിനൽ ജഹലത്തി ഫീ സ്വലാത്തിഹിം ബിത്തറാവീഹ്. വിവരമില്ലാത്ത ചില ആളുകൾ അവരുടെ തറാവീഹ് നിസ്കാരത്തിൽ പ്രവർത്തിക്കുന്ന ചില പ്രവണതകളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബ്ൻ അലവിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നു, റുബ്ബമാ യഖഊന ബിസബബിഹി ഫിൽ ഇഖ്ലാലി ബിശൈഇൻ മിനൽ വാജിബാത്ത്. ചില ആളുകൾ വിവരക്കേട് കൊണ്ട് തറാവീഹ് നിസ്കാരത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രവണത കാരണം ചിലപ്പോൾ അവർ വല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നിസ്കാരം ബാത്തിലാകുന്ന രൂപങ്ങളിൽ വരേക്കും അവർ ചെന്ന് ചാടുന്നു. ഏതുപോലെ മിസ്ലു തർക്കി തുമഇനീനത്തി ഫി റുകൂഇ വസുജൂദി വതർക്കി ഖിറാഅത്തിൽ ഫാത്തിഹത്തി അലൽ വജ്ഹില്ലദി ലാ ബുദ്ദ മിൻഹു ബിസബബിൽ അജ്ല. യഥാക്രമം ഫാത്തിഹ പോലും ഓതാൻ ശരിക്കും കഴിയുന്നില്ല. റുകൂഇൽ നിസ്കാരത്തിന്റെ ഫർളുകളിൽ അതിപ്രധാനമായ തുമഇനീനത്ത് അടങ്ങി താമസിക്കുക എന്ന് പറയുന്ന ഒരു ഫർള് ഉണ്ടാകുന്നില്ല, സുജൂദിൽ ഉണ്ടാകുന്നില്ല. ഇവരുടെ സ്പീഡ് കാരണം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരം മഹാനവറുകൾ പറയുന്നു, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നിസ്കരിച്ചവനാവുകയില്ല. മഹാനായ അബ്ദുല്ലാഹിബ്ൻ അലവിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നു, തുടർന്നുകൊണ്ട് ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, വഹാദിഹി വമാ അശ്ബഹുഹാ മിൻ അഅ്ളമി മകായിദി ശൈത്താൻ. ഇത്തരം പ്രവണതകൾ ശൈത്താനിന്റെ വഞ്ചനയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്. നിന്റെ അടുക്കൽ എത്ര മണിക്ക് കഴിഞ്ഞു, നിങ്ങൾ എത്ര മണിക്കാണ് തറാവീഹ് അവസാനിപ്പിച്ചത്, ഏത് സമയത്തിലാണ് കഴിഞ്ഞത്. ഈ രൂപത്തിൽ സമയം കുറഞ്ഞതോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ അവരുടെ നിസ്കാരത്തിലെ തുമഇനീനത്ത് നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ ആ തറാവീഹ് നിസ്കാരം കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്ൻ അലവിൽ ഹദ്ദാദ് തങ്ങൾ അവിടുത്തെ കിതാബുൻ നസായിഹ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്നവരാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ മാറ്റി നിർത്തിക്കൊണ്ട് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാൽ തുമഇനീനത്ത് നഷ്ടപ്പെടുത്തുന്ന ഓരോ ഫർളുകളിലും അടങ്ങി താമസിക്കുക എന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ അതിപ്രധാനമായ ഒരു ഫർളാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പീഡ് അത് ശൈത്താനിന്റെ ഭാഗത്തിൽ നിന്നും ഉള്ളതാണ്. നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ വലിയ കാരണമാവുകയും ചെയ്യും.